കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് മാഹിയെക്കുറിച്ചാണ്. മയ്യഴി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക എം മുകുന്ദനെയായിരിക്കും, വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. ആകെ 9 കിലോമീറ്റർ ചുറ്റളവിൽ 1.5 ലക്ഷം നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾ താമസിക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതിന് വലിയ ചരിത്ര പശ്ചാത്തലമുള്ള ഒരു നഗരമാണ്. അതിൻ്റെ ഓരോ തെരുവുകൾക്കും നിഗൂഢതകൾ നിറഞ്ഞ ഒത്തിരി കഥകൾ പറയാനുണ്ട്. ഫ്രഞ്ച് കാലം മുതൽ ഇങ്ങോട്ട് വലിയ തുറമുഖ പട്ടണമായിരുന്നു. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കോഴിക്കോടേക്ക് അല്ലെങ്കിൽ കടന്നു വരുന്ന മലബാറിലേക്ക് വരുന്ന മനുഷ്യരെല്ലാം കടന്നു വരിക മാഹി എന്ന ബോർഡ് കണ്ടിട്ടാണ്. മാഹിയെ കണ്ട് നമ്മളിങ്ങോട്ട് വരികയാണ്. തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവരും മാഹിയെ കണ്ടാണ്. കാരണം ന്യൂമാഹിയിൽ അവിടെ ഒരു പാലമുണ്ട് കേരളത്തിൻ്റെ അതിർത്തിയിൽ. തുടർന്ന് അപ്പുറത്ത് പൂഴിത്തല വരെ മാഹി പ്രദേശത്തൂടെ ഇങ്ങനെ നമ്മൾ കടന്നു പോകും. നിരവധി മദ്യഷാപ്പുകൾ കാണാം. പിന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ മാഹി പള്ളി കാണാം. ഒത്തിരി പെട്രോൾ പമ്പുകൾ കാണാം. അങ്ങനെ മാഹിയിലേക്ക് വരുമ്പോൾ അടിക്കുന്നവരുടെ മനസ്സൊരു ലഡു പൊട്ടും. കാരണം അത്ര വില കുറഞ്ഞ് മദ്യം കിട്ടുന്ന ഒരു നാടാണ്. അതുപോലെ വാഹനമുള്ളവരുടെ മനസ്സിൽ വലിയ സന്തോഷം നൽകുന്നതാണ്. അതിന് 10 മുതൽ 14 രൂപ വരെ പെർ ലിറ്ററിന് വിലക്കുറവുള്ള ഈ ഇന്ധനം ലഭിക്കുന്ന നഗരവുമാണ്. അപ്പോൾ വളരെ രസകരമായ ഒത്തിരി ചരിത്രമുറങ്ങുന്ന മയ്യഴി പുഴയുടെയും അറബിക്കടലിൻ്റെയും തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നാട് ഇന്ന് നമ്മൾ യാത്രക്കാർ സഞ്ചരിക്കുമ്പോൾ ഒരു പക്ഷേ സ്ഥിരമായി നമുക്ക് കാണാൻ കഴിയില്ല. ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുന്നു. ബൈപ്പാസ് യാഥാർത്ഥ്യമായപ്പോൾ മാഹി എന്ന പട്ടണത്തിൻ്റെ നിലവിലെ സ്ഥിതിയുണ്ട്. അതിൻ്റെ വികസനങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു, വ്യാപാര മേഖലയെ എങ്ങനെ ബാധിക്കുന്നു. ഇപ്പോൾ മാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ്. പലഭാഗത്തും മാഹിയിലേക്ക് കടന്നാൽ പെട്രോൾ വില കുറച്ച് കിട്ടും എന്ന ബോർഡുകളാണ് നമ്മൾ കാണുന്നത്. ഇത്ര വില കുറച്ച് കിട്ടും, ഇത്ര കിലോമീറ്റർ പോയാൽ. അതിനപ്പുറത്തേക്ക് മാഹിയുടെ നേർക്കാഴ്ച യാത്രക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ മാഹി എന്ന ആ പ്രദേശം വിട്ടാൽ ഇപ്പുറത്തേക്ക് പന്തക്കൽ, പള്ളൂർ എന്നൊക്കെ പറയുന്ന ഈ 9 കിലോമീറ്റർ കോപ്പാൽ എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് മാഹിയുടെ നിലവിലെ സ്ഥിതി? പുതിയ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. അങ്ങനെ മാഹിയിലൂടെ നമുക്കിന്നും സഞ്ചരിക്കാം. പ്രധാനപ്പെട്ട 3 നേതാക്കൾ മാഹിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്ത് നിന്ന് അഡ്വക്കേറ്റ് ടി അശോക് കുമാറാണ്. UDF നിന്ന്, UDF എന്ന് പറയുമ്പോൾ പോണ്ടിച്ചേരിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കേരളം പോലെയല്ല പോണ്ടിച്ചേരിയിലെ UDF സംവിധാനം. ആശാലത. അതുപോലെ NDA, ഇന്ന് പോണ്ടിച്ചേരി ഭരിക്കുന്നത് NDA മുന്നണിയാണ്. അതിൽ നിന്ന് അംഗവളപ്പിൽ ദിനേശൻ. ആശാലതയും ദിനേശനും ഒപ്പം അശോക് കുമാറും നമ്മോടൊപ്പം ചേരുകയാണ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. സാധാരണ അവിടെ ചർച്ചയിൽ തുടങ്ങുക കോൺഗ്രസിൽ നിന്നാണ്. കാരണം എപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന ആണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ആദ്യമായി അവിടെ NDA സഖ്യം അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ദിനേശനിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ 4 വർഷം അല്ലേ, 4 വർഷമായില്ലേ, എന്താണ് മാഹിയിൽ പോണ്ടിച്ചേരിയിലുള്ള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മാഹിയിൽ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? എന്തൊക്കെ വികസനങ്ങളാണ് നടന്നത്? കഴിഞ്ഞ 4 വർഷത്തെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ മുന്നിലുള്ള ഒരു 5-10 വർഷം കൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരും. യെസ്. അപ്പം മുന്നിൽ നമ്മളെ ഈ ഭരണത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത് നമ്മുടെ നാരായണസ്വാമിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരായിരുന്നു. ആ കഴിഞ്ഞ 5 വർഷം മാഹിയെ രംഗസ്വാമി ഉണ്ടായിരുന്നു. നമുക്ക് അവസാനത്തെ 5 വർഷം ചർച്ച ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് ചർച്ച ചെയ്തു. കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെങ്കിൽ നാരായണസ്വാമിയുള്ള സമയത്താണ് മാഹിയിലെ ജനത ഏറ്റവും കൂടുതൽ വീർപ്പുമുട്ടിയ ഒരു കാലഘട്ടം. ശരിക്കും പറയാം, അക്ഷരാർത്ഥത്തിൽ ഒരു വികസനവും നടക്കാത്ത, ഒരു പുരോഗമനപരമായ കാര്യങ്ങളും നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു 5 വർഷം. ആകെ നമ്മുടെ MLA അപ്പോൾ ഇതിനൊരു മുഖ്യ കാരണം കൂടി ഉണ്ടായിരുന്നു. അവിടെ നിർഭാഗ്യവശാൽ നമുക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ ഭാഗ്യവശാൽ എന്ന് വേണമെങ്കിൽ പറയാം, രാമേന്ദ്രൻ മാഷായിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഭാഗ്യവശാലാണോ നിർഭാഗ്യവശാലാണോ? അതിന് സ്റ്റാൻഡ് എടുക്കണമല്ലോ. അല്ല, ഭാഗ്യമുണ്ട്, നിർഭാഗ്യമുണ്ട്. അതായത് വെച്ചാൽ പുരോഗമനപരമായ കാര്യങ്ങളിൽ നിർഭാഗ്യമാണ്, വ്യക്തിപരമായ കാര്യങ്ങളിൽ ഭാഗ്യമാണ്. അങ്ങനെ രണ്ടും കൂടെ ഇടകലർന്ന ഒരു. അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന MLA അടിപൊളിയായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന MLA അടിപൊളി നല്ല അതിന്റെ അർത്ഥം അല്ല. ഈ പുതിയ രാമചന്ദ്രൻ മാസ്റ്റർ വന്നപ്പോ അതിൽ 2 നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന ഭൗതിക സാഹചര്യങ്ങൾ അദ്ദേഹം എന്ന വ്യക്തിയിലേക്ക് എടുക്കുമ്പോൾ താങ്കൾ ഭാഗ്യമായി നല്ല അങ്ങനെയല്ലേ കാണുന്നത്? എങ്ങനെയാണ് അതിനെ ഭാഗ്യവും നിർഭാഗ്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ? അതായത് ഒരു വ്യക്തിപരമായി നമ്മൾ അദ്ദേഹത്തെ വിശകലനം ചെയ്യുമ്പോൾ മാഹിക്കാർ ഗുഡ് പേഴ്സൺ. അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല, അദ്ദേഹത്തെ പൊളിറ്റീഷ്യൻ ആക്കിയതാണ്. അതിനെ താരതമ്യം ചെയ്യുമ്പോൾ ദിനേശ്, മുമ്പുണ്ടായിരുന്ന MLA മാർ അടിപൊളിയായത് കൊണ്ടാണല്ലോ ഇദ്ദേഹത്തെ നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ അല്പം നെഗറ്റീവ് വരുന്നത്.
അല്ല, MLA-മാരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല ഞാൻ ഭൗതികമായി അവർ നടത്തിയ വികസന പ്രവർത്തനം മായിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇപ്പം പെൻഡിങ്ങിലുള്ള വികസനങ്ങൾ കഴിഞ്ഞ ഒരു 10-20 വർഷം എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വികസനവും നടന്നിട്ടുണ്ടായില്ല. കഴിഞ്ഞ 4 വർഷമാണ്. അതാണ് നമ്മൾ പറയുന്നത്, തകർന്നു കിടക്കുന്ന പുതുച്ചേരിയെ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ മാറ്റി സിംഗപ്പൂർ ആക്കാൻ പറ്റില്ല. അപ്പോ അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെ 4 വർഷം കൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ചോദ്യം. പറഞ്ഞുതരാം. അതായത് പ്രധാനപ്പെട്ട വെച്ചാൽ ഒരു നാടിന് ആദ്യമായിട്ട് വികസനത്തിന്റെ ഒരു ബേസ് ആയിട്ട് വേണ്ടത് ഗതാഗത സൗകര്യമാണ്, റോഡുകളാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നതായിരുന്നു. അതായത് കഴിഞ്ഞ ഒരു 10-18 വർഷങ്ങളായിട്ട് മയ്യഴിയിലെ ഒട്ടുമിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു, ജനങ്ങൾ ദുരിതത്തിലായിരുന്നു. അപ്പൊ നമ്മൾ വന്നതിന് ശേഷം പ്രയോറിറ്റി കൊടുത്തത് ഈ റോഡുകളുടെ വികസനത്തിനായിരുന്നു. നമുക്ക് ഓരോ വർഷവും 10-15 കോടി രൂപയുടെ ഈ 9 സ്ക്വയർ കിലോമീറ്ററിൽ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ഒരുവിധ റോഡുകളൊക്കെ നമ്മൾ പ്രാഥമിക വികസനം പൂർത്തിയാക്കി. അതെ, അതിന്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ബൈപ്പാസും നമുക്ക് കിട്ടി. 40 വർഷമായിട്ട് കോൺഗ്രസ് ഭരണത്തിൽ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ആ ബൈപ്പാസ് നമുക്ക് നമ്മുടെ ഈ കാലയളവിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. നല്ല റോഡുകൾ വന്നു. പിന്നെ ഇപ്പം വന്ന നമ്മൾ ആശാല ദേശി 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു. നമുക്കൊന്ന് ആശയോട് ചോദിക്കാം. ഒരു മിനിറ്റ് തിരിച്ചു വരാം. ആശാലത, എങ്ങനെയാണ് ഇത്ര വളരെ തകർന്നുപോയി മാഹി ജനോപകാരപ്രദമായ ഒരു പദ്ധതിയും കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല? 4 വർഷം കൊണ്ട് റോഡുകൾ നന്നാക്കി, പുതിയ ബൈപ്പാസ് വന്നു, വലിയ വികസനത്തിന് തുടക്കം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സത്യം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഫസ്റ്റ് വരുന്നത് സത്യമാണ്. എന്താണ് താങ്കൾ കാണുന്ന സത്യം? ആ സത്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നിലവിലെ MLA-ക്ക് മുമ്പുള്ള ഒരു MLA ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിർഭാഗ്യവശാൽ തന്നെയാണ്. മയ്യഴിയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ തന്നെയാണ് രാമേന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ MLA നമുക്ക് വരുന്നത്. അപ്പൊ വ്യക്തിപരമായി എന്ന് പറയുമ്പോൾ നമുക്കൊരു നാട്ടിലെ ഒരു MLA എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമുക്ക് അങ്ങനെ പൊതു നന്മക്കായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊരു MLA-നെ വിലയിരുത്തുന്നത്. അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരു MLA എന്ന സ്ഥാനത്തിൽ വ്യക്തിക്ക് അവിടെ ഒരു സ്ഥാനമില്ല. അപ്പോൾ ആ കഴിഞ്ഞ 5 വർഷം ഞങ്ങളെ മാഹിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇരുട്ടാണെന്ന് തന്നെ പറയാം. കാരണം അതിനു മുമ്പേയുള്ള 26 വർഷക്കാലം മയ്യഴിക്ക് വേണ്ടുന്ന, അതായത് മയ്യഴി ജനതയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പദ്ധതികൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 26 വർഷം. അതായത് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം കൊണ്ടുവരാത്ത പദ്ധതികളില്ല മയ്യഴിയെ സംബന്ധിച്ചിടത്തോളം. അല്ല, അങ്ങനെയല്ലേ അവർക്ക് പറയാൻ വിദ്യാഭ്യാസ മേഖല ഫസ്റ്റ് പറയാം. വിദ്യാഭ്യാസ മേഖല, സാമൂഹ്യക്ഷേമ മേഖല, അങ്ങനെ പിന്നെയുള്ള പ്രത്യേകിച്ചിട്ട് വിദ്യാഭ്യാസ മേഖലയാണ് അദ്ദേഹം വലിയ മുന്നേറ്റങ്ങൾ. അതായത് ഈ സ്വാശ്രയ മേഖല എന്ന് പറയുന്ന വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നത് ഇദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ്. പോണ്ടിച്ചേരിയിൽ ഒട്ടനവധി ഈ ശാസ്ത്രീയ മേഖലയിൽ വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഈ 9 കിലോ സാറിന്റെ തുടക്കത്തിൽ പറഞ്ഞു ആ ഒരു ഭൂപരിധി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം. നമുക്ക് തിരിച്ചു വരാം. നമുക്ക് അശോകനോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഒരു MLA, ഇടതു മുന്നണിയുടെ MLA കുറിച്ച് നിർഭാഗ്യകരം എന്നൊക്കെ അവിടെ 2 മുന്നണികൾ പറയുകയാണ്? അത്ര മോശപ്പെട്ട ആളാണോ ഒരു പ്രവർത്തന രംഗത്ത്? രാമേന്ദ്രൻ മാഷല്ല, വ്യക്തി അടിപൊളിയാണെന്നാ പറയുന്നത്. അല്ല, നമ്മളെ കണക്കാക്കേണ്ടത് മാഹിയുടെ ഒരു ചെറിയ സമയം വെച്ചാൽ ഒരു 40 കൊല്ലം മുന്നേയുള്ള മാഹി എടുത്തു. ഇത്രയും വികസന കാര്യത്തിൽ ഇത്രയും പിന്നോക്കം നിന്ന ഒരു പ്രദേശം ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല. ബാക്കി കേരളത്തിലൊക്കെ നമ്മൾ പിന്നോക്കാവസ്ഥ ഒന്ന് പറയാം. ഇത് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു മുനിസിപ്പാലിറ്റി മാഹിയാണ്. ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരേ ഒരു മുനിസിപ്പാലിറ്റി മാഹിയാണ്. അതേപോലെ ടൗൺ ഹാൾ ഇല്ലാത്ത ഒരേ ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു. പക്ഷെ രാമേന്ദ്രൻ മാഷ് MLA ആയതിനു ശേഷമാണ് മാഹിയിൽ ഒരു ടൗൺ ഹാൾ വരുന്നത്. അതേപോലെ റോഡുകളുടെ അവസ്ഥ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അതിൽ ഇവർ 26 കൊല്ലം കോൺഗ്രസ് പറയുന്നത് വത്സരാജിന്റെ കാലഘട്ടം മാത്രമാണ്. അതിനു മുന്നേ ഒരു 5 കൊല്ലം
PK സത്യാനന്ദൻ MLA ആയിരുന്നു. ഇവർക്ക് കോൺഗ്രസിന്റെ MLA ആയിട്ട് ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവില്ലായിരിക്കും. അവരെ പ്രായം വെച്ചിട്ട് പറയുന്നതായിരിക്കും. എന്തായാലും അതിനു മുന്നേ സത്യാനന്ദനെ ഇവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ ഭരതൻ എന്ന് പറഞ്ഞ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അയാളെ മിനിസ്റ്ററായിട്ടും കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹമാണ് മാഹി കോളേജൊക്കെ കൊണ്ടുവന്നത്, അത് അംഗീകരിച്ചിട്ടില്ല. അതൊക്കെ വേറെ കാര്യം. പക്ഷേ 40 കൊല്ലത്തിനിടയിൽ ഒരു റോഡ് പോലും വീതി കൂട്ടാൻ വത്സരാജിന് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. രാമേന്ദ്ര മാഷ് MLA ആയതിനു ശേഷം ആദ്യമായിട്ട് റോഡ് മാഹിയിൽ പുല്ലുവാർ റോഡ് എന്നുള്ളത് അത് വികസിപ്പിച്ചെടുക്കുന്നത് രാമേന്ദ്ര മാഷ് MLA ആയതിനു ശേഷമാണ്. ഈ ഹാള് കൊണ്ടുവന്നത് ആദ്യമായിട്ട് റോഡ് വികസിപ്പിച്ചത്. പിന്നെ ഈ രാമേന്ദ്ര മാഷ് MLA ആകുന്നതിനേക്കാൾ മുന്നേ NSSന്റെ ഹെഡായിരുന്നു മാഹി കോളേജ്. ഇന്ന് കാണുന്ന മാഹിയുള്ള 41 റോഡുകൾ രാമേന്ദ്രൻ മാഷിന്റെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്ന മുനിസിപ്പൽ റോഡുകൾ. മാഹിയിലെ മുനിസിപ്പാലിറ്റി ഒരു റോഡ് പോലും അക്വയർ ചെയ്ത് അദ്ദേഹം അങ്ങനെ NSSന്റെ ഹെഡായിരുന്നു. NSS ആണ് റോഡ് വെട്ടിയത്, റോഡ് നിർമ്മിച്ചത്. ടാറിങ് മാത്രമാണ് മുനിസിപ്പാലിറ്റി ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റി ഒരു റോഡും അക്വയർ ചെയ്തിട്ട് അങ്ങനെ ഒരു പശ്ചാത്തലം രാമേന്ദ്ര മാഷക്ക് ഉണ്ട്. നിർഭാഗ്യം എന്ന് ദിനേശൻ പറഞ്ഞ രാമേന്ദ്രൻ മാഷ് അതുപോലെയല്ല. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല രാമേന്ദ്രൻ മാഷ്. അതേ റിട്ടയർ ചെയ്തതിനു ശേഷം 10 വർഷം ജീവകാരുണ്യ പ്രവർത്തനം നടത്തി. അതിനുള്ള അംഗീകാരമാണ് ജനങ്ങൾക്ക്. എന്താണ് ദിനേശ 41 റോഡ് ഉണ്ടാക്കിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ 10 വർഷം റിട്ടയർമെന്റിന് ശേഷം സാമൂഹ്യ മേഖലയിൽ സമഗ്രമായി ഇടപെട്ട ഒരാൾ നിർഭാഗ്യമായി പോയി എന്ന് പറഞ്ഞതിൻ്റെ ഒരു യുക്തി എന്താണ്? അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയേണ്ടതില്ല എന്നിപ്പോ തോന്നുന്നുണ്ടോ? അല്ല, പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ്. അതായത് രാമേന്ദ്രൻ മാസ്റ്റർ 41 റോഡ് ഉണ്ടാക്കി അദ്ദേഹം NSSന്റെ അധിപനായി നിൽക്കുന്ന ആ പീരീഡിലാണ്. ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. NSSൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെ പരിസരത്തുള്ള റോഡുകളൊക്കെ ഉണ്ടാക്കിയതിൽ പങ്ക് നമ്മൾ വഹിച്ചിട്ടുണ്ട്. പല ആളുകളും മാഷ് അതിന്റെ അധിപനായി നിന്നുള്ളൂ. ഒരുപാട് വ്യക്തികളുടെ ശ്രമദാനത്തിൽ കൂടിയാണ് പല റോഡുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഷോക്കിൽ പറഞ്ഞ ശരിയാണ്. കുറച്ച് 1-2 റോഡുകളൊക്കെ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്, ചെറിയ വൈഡനിങ്ങിനൊക്കെ. അപ്പോൾ രാമേന്ദ്രൻ മാസ്റ്റർ നിർഭാഗ്യം എന്ന് പറയുന്നത് അതാണ് നമ്മൾ പോയിന്റ്. മയ്യഴി ജനതയുടെ നിർഭാഗ്യമായത് കാരണം എന്ന് വെച്ചാൽ, അതായത് രാമേന്ദ്രൻ മാസ്റ്റർ വളരെ അപ്രതീക്ഷിതമായി വിജയിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് വിജയിക്കുന്നത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയം വത്സരാജനായിരുന്നു അല്ലേ? ആണ് അല്ല, പരാജയപ്പെട്ടു. താങ്കൾ പറഞ്ഞത് അപ്രതീക്ഷിത വിജയം ആർക്കുണ്ടാവുന്നു? രാമേന്ദ്ര മാസ്റ്റർ. നിങ്ങൾ പ്രതീക്ഷിച്ച വിജയം വത്സരാജിന്റെ വിജയമാണ്. നിങ്ങളല്ല പിന്നെ ഈ രാമേന്ദ്ര മാഷിനെ പ്രതീക്ഷിച്ചിട്ടില്ല വിജയിക്കുന്നുള്ളത്. അത്ര ജനപ്രിയമാണ് ജനപ്രിയാവുന്നതുകൊണ്ടല്ല. അതായത് നമ്മുടെ നാട്ടിലെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, രാഷ്ട്രീയ 25 വർഷം തുടർച്ചയായി ആഭ്യന്തരമന്ത്രിയും മന്ത്രിയും ഒക്കെ ആയി നിൽക്കുന്ന ഒരാൾ മത്സരിക്കുന്നു. ഒന്നുമല്ലാത്തടത്തുന്ന ഒരു സ്വതന്ത്രനായിട്ട് ഒരാള് പ്രൊഫൈൽ കൊണ്ട് മാത്രം വിജയിച്ചു വരിക, അതാണ് അപ്രതീക്ഷിതം. അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതില്ലാതെയാണ് വിജയിക്കുന്നത്. പ്രശ്നമുണ്ട്. താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞില്ല, വേണ്ടത്ര. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊരു ഇടത് മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളെ നിർഭാഗ്യത്തിൽപ്പെട്ട വിഷയങ്ങൾ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിക്കുന്ന രാമേന്ദ്ര മാഷ് അസംബ്ലിയിൽ പോയിരിക്കുന്നത് വലതുപക്ഷമാണ്. ജനങ്ങളെ കംപ്ലീറ്റ് അവരുടെ ആശയ അഭിലാഷങ്ങളും നിരാകരിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ട MLA പോയിട്ട് ഇരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ കൂടെ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് പോണ്ടിച്ചേരിയിൽ ഇന്ത്യ സഖ്യമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും സകലമാന കക്ഷികളും പെടുന്ന ഒരു സഖ്യമാണ്. അതിന്റെ ഭാഗമാകാൻ രാമേന്ദ്ര മാസ്റ്റർക്ക് സാധിച്ചുള്ളൂ. അതാണ് നമ്മുടെ നിർഭാഗ്യം. അതാണ് ഞാൻ പറഞ്ഞ നിർഭാഗ്യം. അപ്പോ അതിനുശേഷം ഈ നമ്മുടെ നാട്ടിലെ പരാജയപ്പെട്ട കോൺഗ്രസ്സുകാർ അവരുടെ ഭരണമാണല്ലോ, രാമേന്ദ്ര മാഷെ കൊണ്ട് ഒരു മൊട്ടുസൂചി മാഹിയിൽ ഇളക്കാൻ സമ്മതിച്ചില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് MLA എന്നുള്ള രീതിയിൽ രാമേന്ദ്ര മാസ്റ്റർക്ക് പോകുന്നുണ്ട്. അതായത് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആരോ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ അതേപോലെയുള്ള സംവിധാനമാണ് കോൺഗ്രസ്സുകാർ മാഹിക്ക് ദ്രോഹമാണ് ചെയ്തത് കഴിഞ്ഞ 5 വർഷം. അതാണ് നമ്മുടെ നിർഭാഗ്യം. ഒന്ന് ചോദിച്ചോട്ടെ, ആശലത് ഇത്ര ക്രൂരത പാടുണ്ടോ? നല്ലൊരു മനുഷ്യനെ ജയിപ്പിച്ചു വിട്ടിട്ട് അല്ല, അത് പറഞ്ഞില്ല. നിങ്ങൾ സത്യാനന്ദൻ എന്താ മറന്നു പോകാൻ കാരണം? ഭരതരാജനല്ലേ താങ്കൾ പറഞ്ഞ മറ്റൊരു പേര്? ഭരതരാജൻ കോളേജിൽ കൊണ്ടുവന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്
ഭരതൻ ഭരതൻ അദ്ദേഹം കോൺഗ്രസിന് ഇത്രയും കണ്ട് നേതാക്കാൻ മറന്നുപോയി. അതല്ല സർ ഞാൻ പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങി. ഇദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 40 വർഷമായിട്ട് മയ്യഴി അപ്പാടെ എന്താ പറയാ വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു എന്നാണ്. ഈ 40 വർഷത്തിൽ 25 വർഷം വത്സരാജും 5 വർഷം അതിപ്പോ തിരുത്തി അദ്ദേഹം. ഞാൻ പറയാൻ വരുന്ന എന്താണെന്ന് അദ്ദേഹത്തിന് തിരിഞ്ഞു മനസ്സിലായി. 10 വർഷം എവിടെയാ സാറ് കുറച്ചെന്ന് പറയട്ടെ. അപ്പൊ ആരായി 10 വർഷം കുറച്ചില്ലേ? 10 വർഷം കുറച്ചല്ലോ. കെ.വി. രാഘവൻ 41 വർഷത്തിൽ ഇടയ്ക്ക് നിങ്ങൾ ആദ്യം 41 പറഞ്ഞു, ആശാലത ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ 31ലേക്ക് മാറി. 31 കോൺഗ്രസിന്റെയാണ് പറഞ്ഞത്. ആ കെ.വി. രാഘവൻ MLA ആയ സമയത്താണ് ആദ്യമായിട്ട് നമുക്ക് കുടിവെള്ളം കൊണ്ട് എത്തിച്ചത്. അജ്ജർകണ്ടി പുഴയിൽ നിന്നുള്ള കുടിവെള്ളം മാഹിയിൽ എത്തിച്ചത് കെ.വി. രാഘവനായിരുന്നു. അദ്ദേഹം മിനിസ്റ്ററായ സമയത്താണ് ആയത്. അദ്ദേഹം MLA ആയ സമയത്ത് കർഷകാലത്തിന് അദ്ദേഹത്തിന് 3 മാസം അല്ലെങ്കിൽ 2 കൊല്ലം എല്ലാം കൂടി 3 ടേമിൽ വെറും 3 വർഷമേ അദ്ദേഹത്തിന് MLA ആകാൻ പറ്റിയിട്ടുള്ളൂ. ആ സമയത്ത് സ്ഥിരതയില്ലാത്തൊരു ഭരണമായിരുന്നു പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് സാധിച്ചത് അന്ന് മാഹിയിൽ അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് MLA കാലത്ത് 2000-ൽ കുറേ വീടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ 542 വീടുകൾ കുടിയടപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാശിയിലാണ് മാഹിയിലെ ജമ്മിത്ത് അവസാനിച്ച് കുടിയടപ്പ് നിയമം പോണ്ടിച്ചേരിയിൽ കൊണ്ടുവന്നത്. പോണ്ടിച്ചേരിയിൽ മാത്രമേ ഉള്ളൂ ആ നിയമം. അവകാശമായി മാഹിയിൽ മാത്രമേ ഉള്ളൂ. പോണ്ടിച്ചേരിയോ കാരിക്കാലോ ഒരു സ്ഥലത്തുമില്ല. മാഹിയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അദ്ദേഹത്തിന് ഒരു മന്ത്രിസഭ വീഴും എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തു. അയാൾ മന്ത്രിസ്ഥാനവും ലക്ഷക്കണക്കിന് രൂപയും വന്ന് ഓഫർ ചെയ്തപ്പോൾ അതൊന്നും അല്ല എനിക്ക് വേണ്ടത്. എൻ്റെ നാട്ടിലെ 542 കുടുംബങ്ങൾക്ക് കിടപ്പവകാശം കിട്ടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അദ്ദേഹം നടത്തി. അതിനുശേഷം രാമേന്ദ്ര മാഷ് ദിനേശൻ പറഞ്ഞത് സത്യമാണ്. രാമേന്ദ്ര മാഷ് ഈ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിന് പകരം രാമേന്ദ്ര മാഷ് ഒരു പ്രപ്പോസൽ വെച്ചു. നമ്മുടെ ഇപ്പോഴത്തെ മാഹിയിലെ ഗ്രൗണ്ട് താഴെ ബസ് സ്റ്റാൻഡും മേലെ ഫുട്ബോൾ ഗ്രൗണ്ടും യൂറോപ്പിലെ നിങ്ങളൊക്കെ കണ്ട് അങ്ങനെ CM-ന്റെ അടുത്ത് പ്രപ്പോസൽ വെച്ചപ്പോൾ ചീഫ് മിനിസ്റ്റർ അന്ന് മാഹിയിൽ അഡ്മിനിസ്ട്രേറ്റർ അമൽ ശർമ്മയും വേറെ 2 സെക്രട്ടറിമാരെയും നോർത്തിൽ എവിടെയോ ഇങ്ങനെയുണ്ട് അത് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. എന്നിട്ട് അതിൻ്റെ ഏകദേശം കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇതേപോലെ കോൺഗ്രസ് അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ മാഷ്കാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് അതില്ലാതാക്കി. അതുപോലെ ഇവരുടെ പ്രദേശം വളവിൽ ഹാർബറിൻ്റെ ഉള്ളിൽ വലിയ ഏരിയ ഉണ്ട്. ഏകദേശം 5 ഏക്കറോളം വരുന്ന ലാൻഡ്. അവിടെ പാർക്കും ചിൽഡ്രൻസ് പാർക്ക്, നൈറ്റ് ലൈഫിനുള്ള ഇത്, ഫുഡ് ഫെസിലിറ്റീസ് അങ്ങനെ ചേർന്നിട്ട് വലിയൊരു പ്രോജക്റ്റ് അന്ന് അവതരിപ്പിച്ച മല്ലാടി കൃഷ്ണറാവു ആയിരുന്നു അന്നത്തെ മിനിസ്റ്റർ, ടൂറിസം മിനിസ്റ്റർ. അയാൾ അഗ്രി ചെയ്തു. അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും കോൺഗ്രസ് ഇടപെട്ടു. ആ പ്രപ്പോസൽ ഇല്ല. ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ഈ 2 പ്രപ്പോസലും ഗവർണർ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്ത് പണി ആശാലത ഒരു ബസ് സ്റ്റാൻഡും ഏറ്റവും സ്വപ്നസുന്ദരമായ ഒരു പദ്ധതിക്ക് പാര വെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നോ? എല്ലാ പദ്ധതികളും ഉണ്ടായിരുന്നു രാമേന്ദ്ര മാസ്റ്റർ കസ്റ്റഡിയിൽ. പക്ഷെ ഇവര് ആരെയാണ് പഴിചാരുന്നത്? ഭരണവർഗത്തെയാണ് പഴിചാരുന്നത്. അതേസമയം ഇന്ന് നമ്മുടെ മയ്യഴിയിൽ ഒരു പ്രതിപക്ഷ MLA തന്നെയാണ് ഉള്ളത്. അദ്ദേഹം ഓരോ പ്രാവശ്യം പുതുച്ചേരി നിയമസഭയിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം ബസ് സ്റ്റാൻഡ് പോലെ നല്ല കളിക്കളം, ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള മാഹിയുടെ മുഖച്ഛായ മാറുന്ന ഒരു പദ്ധതിക്കാണ് പാര വെച്ചു എന്ന് പറയുന്നത്. ഈ പാര വെച്ചു എന്ന് പാര വെച്ചോ ജനങ്ങളുടെ കണ്ണിൽ അങ്ങനെ ഒരു പദ്ധതി ഇല്ലേ? പറഞ്ഞു. പക്ഷെ അവർ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. തോറ്റുപോയി. നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. എങ്ങനെയാണ് ദിനേശ് അത്രയും നല്ലൊരു പദ്ധതിയൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്? അല്ല, അതാണ് ഇപ്പൊ ആശേച്ചി പറഞ്ഞ കാര്യമാണ്. അതായത് ഇപ്പോഴുള്ള ഗവൺമെന്റും കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതാണ്. ഇപ്പോഴുള്ള ഗവൺമെന്റ് മയ്യഴി ജനതയെ നയിക്കുന്നത് ആരാണെന്നല്ല നോക്കുന്നത്. മയ്യഴി ജനതയ്ക്ക് എന്താണ് ആവശ്യം എന്നാണ്. അപ്പൊ ഇപ്പോഴത്തെ MLA അടിപൊളിയാണ്.
അടിപൊളി എന്നല്ല, അദ്ദേഹം മയ്യഴിക്ക് ആവശ്യമായ ഏത് പ്രൊജക്റ്റും ഇപ്പോഴത്തെ ദിനേശ് അതിനൊരു പ്രശ്നമുണ്ടല്ലോ. നല്ല പ്രൊജക്ട് അവതരിപ്പിക്കാൻ MLA വേണമല്ലോ. വെറുതെ ഇങ്ങനെ വരുമല്ലോ MLA എന്റെ നാടിന് ഇത് വേണമെന്ന് അവിടെ ആവശ്യം. ഞാൻ പറഞ്ഞുതരാം, ഈ തകർന്ന റോഡുകൾ ഒരു പ്രൊജക്ട് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. അത് ഈ അശോകൻ പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേഡിയം നല്ലൊരു ബസ് സ്റ്റാൻഡും അതിന്റെ മുകളിൽ ഒരു കളിക്കളം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതി, അത് രാമേന്ദ്ര മാഷ് കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ പദ്ധതി ഇപ്പൊ പൈലറ്റ് ചെയ്യപ്പെടുന്നു, ഇപ്പൊ അത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ MLA അതിനെ പണിയെടുക്കണമല്ലോ. അല്ലാതെ ആ പദ്ധതി എന്ന് പറയാൻ ആ പദ്ധതിക്ക് ഒരു രൂപരേഖയോ കാര്യങ്ങളൊന്നും ആയിട്ട് അങ്ങനെ ഒരു പദ്ധതി ഇല്ല. അല്ലല്ല, ഒരു പ്രൊപ്പോസൽ രാമേന്ദ്ര മാഷ് വെച്ചിരുന്നു. നമ്മളും ആ കാലഘട്ടത്തിൽ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? എവിടെ എത്തി നിൽക്കുന്നു? അത് നിങ്ങളാണല്ലോ ഭരിക്കുന്നത്. ആ പദ്ധതി എവിടെ? ഒരു മിനിറ്റ് പറഞ്ഞുതരാം. അതായത് മാഹി 9 സ്ക്വയർ കിലോമീറ്റർ അറിയാം. നമുക്ക് ഡെവലപ്മെന്റ് ഏറ്റവും വലിയ തടസ്സം അവിടെ ലാൻഡ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം പെട്ടെന്ന് നടക്കൂല അവിടെ വികസനം. അതെ, അതിനുള്ള ഒരു പദ്ധതിയാണ് ഈ സ്റ്റേഡിയത്തിനെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് അടിയിൽ പിന്നെ പാർക്ക് എന്താ പറയാ ബസ് സ്റ്റാൻഡും മുകളില് സ്റ്റേഡിയം ആയിട്ട്. അതിൽ 2 കാര്യമുണ്ട്. ബസ് സ്റ്റാൻഡിന് അത്രയും വലിയ സ്പേസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അടിയിൽ വെക്കാൻ പറ്റും. അതിന്റെ മേലെ നല്ല സൗകര്യമുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ പിന്തുണക്കുന്നുണ്ട്. നമ്മൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള യാഥാർത്ഥ്യമാകോ ദിനേശ്? യാഥാർത്ഥ്യമാവണല്ലോ. ഈ 4 വർഷം കൊണ്ട് എന്തെങ്കിലും പണി നടന്നിട്ടുണ്ടോ BJP ഭരണത്തിൽ? ആ പ്രപ്പോസലിന് താങ്കൾ തന്നെ പറഞ്ഞാൽ അതൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഇനി കോൺഗ്രസ്സുകാര് പള്ളൂർ ആശുപത്രിയുടെ ഇതെന്താ പ്രശ്നം? ഇത് മാഹിയുടെ മുഖച്ഛായ മാറുന്ന ഒരു സാധനമാണ് ഇപ്പൊ പറഞ്ഞത്. ഏത് ഈ ബസ് സ്റ്റാൻഡും ഈ സ്റ്റേഡിയവും അത് മാഹിയിൽ വന്നു കഴിഞ്ഞാൽ മാഹിയുടെ ഒരു കൾച്ചർ തന്നെ. അല്ല, ഇനി എന്താ വിഷയം എന്ന് വെച്ചാല് ബസ് സ്റ്റാൻഡ് അവിടത്തേക്ക് കൊണ്ടുവരാൻ ചെറിയൊരു തടസ്സമുണ്ട്. എന്താണ്? നമ്മൾ ബൈപ്പാസ് മാറി വന്നു. ബൈപ്പാസിൽ ലോക്കൽ ബസ് പോകില്ലല്ലോ. ലോക്കൽ ബസ് അവിടെ സർവീസ് നടത്തില്ല. ഹൈവേ അതിൽ പോകുന്ന ബസ്സുകളെല്ലാം ദീർഘദൂര ബസ്സുകൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. കാരണം വലിയ ടോൾ കൊടുത്ത് പോകുന്നില്ല. സർവീസ് റോഡുകളുടെ പൂർത്തീകരണത്തോടുകൂടി ബസ് ബൈപ്പാസിലേക്ക് കൂടി പോകും. സർവീസ് റോഡ് വഴി പോകും. അപ്പൊ മാഹി എന്ന് പറയുന്ന നഗരത്തിന് പ്രസക്തി ഇല്ലാതാവും. പ്രസക്തി ഇനിയും കുറയും. മാഹിയുടെ വികസനം തീർന്നു. അല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പൊ തന്നെ ഇപ്പൊ ബൈപ്പാസിലേക്ക് കൂടി വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയപ്പോൾ തന്നെ മാഹി ടൗണിൽ ഒരു 40% ആളുകളുടെ തിരക്ക് കുറഞ്ഞു. അപ്പൊ അതെന്തായാലും ഉണ്ടാവും. ഒരു ടൗണ് മാറി വേറെ സ്ഥലത്തേക്ക് കൂടി ഒരു ബൈപ്പാസ് പോകുമ്പോൾ പ്രധാന റോഡ് അതൊരു ചരിത്ര നഗരിയായി അങ്ങ് മാറുകയാണ്. ഒരു പൈതൃകം ഉറങ്ങുന്ന മണ്ണ്. ശരി, അശോകൻ, ഈ മാഹി എന്ന് പറയുന്ന നഗരം പണ്ട് ഇലക്ട്രോണിക്കിൻ്റെയും ഇലക്ട്രിക്കൽസിൻ്റെയൊക്കെ ഒരു വലിയ കേന്ദ്രമായിരുന്നു. ഇനി എന്തായിരിക്കും മാഹിയുടെ ഭാവി? ഇനി മാഹി പെരുന്നാളിന് മാത്രം ആളുകൾ വരുന്ന ഒരു കൊച്ചു പട്ടണമായി മാഹി മാറും? ഇല്ല, അതിനു മുന്നേ ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ ഈ വികസനത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. വികസനത്തിന് വേണ്ടത് അടിസ്ഥാനപരമായിട്ട് അവിടെ ഒരു ലോക്കൽ ബോഡി വേണം. മാഹിയിൽ അതില്ല. അവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നിട്ട് തന്നെ 19 വർഷമായി. ഒരു പ്രാവശ്യം തെരഞ്ഞെടുപ്പ് 2006 നടന്നത് ഞാൻ കേസ് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ അതിന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നിൽക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മാഹി MLA അടക്കം ഗവർണർക്ക് ഒപ്പിട്ട് കൊടുത്തു ഇങ്ങനെ ഇവിടെ ഇലക്ഷൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പം മദ്രാസ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലൊക്കെ കേസ് നടത്തുന്നത് കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ DMK-യുടെ പോണ്ടിച്ചേരിയുള്ള പ്രതിപക്ഷ നേതാവാണ് കേസ് കൊടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ 5000 കോടി രൂപയാണ് ഖേദവിഹിതത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താത്തത് കൊണ്ട് നഷ്ടപ്പെട്ടത്. 5000 കോടി പോണ്ടിച്ചേരിക്ക് എന്ന് പറഞ്ഞ് നമുക്ക് 250 കോടിയാണ് നമ്മുടെ ജനസംഖ്യ അനുപാതത്തിൽ വെച്ച് കഴിഞ്ഞാൽ 250 കോടിയുടെ വികസനം മൊത്തം മാറും. പക്ഷെ നമ്മളിത് ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് വികസനത്തെ പറ്റി പറയാൻ അവകാശമില്ല എന്ന് പറയുന്നത് അവർ പറ്റിക്കരുത് നമ്മുടെ ജനങ്ങളെ. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു 20 വർഷം മുന്നേ കോൺഗ്രസിന്റെ അന്നത്തെ മന്ത്രി പറഞ്ഞത് മാഹി സിംഗപ്പൂർ പോലെ ആയിരുന്നു. അന്ന് യൂട്യൂബ് ഒന്നും അത്ര സജീവമല്ല, അതുകൊണ്ട് കുറെ ആളുകൾ അത് വിശ്വസിച്ചു. അപ്പം നവാസ് സാറൊക്കെ സിംഗപ്പൂർ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, അതുപോലെ മാഹിയിലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സിംഗപ്പൂരിൽ എവിടെയെങ്കിലും മാഹി പോലത്തെ ഒരു സ്ഥലം കാണാൻ പറ്റില്ല. എന്നിട്ടാണ് ജനങ്ങളെ പറ്റിച്ച്. ഇപ്പം ജനങ്ങൾക്ക് യൂട്യൂബെല്ലാം കണ്ട് സിംഗപ്പൂരിൽ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി, നെറ്റ് കാണാൻ തുടങ്ങിയവരാണ് വഞ്ചിക്കപ്പെട്ടത് മനസ്സിലാകുന്നത്. അതുപോലെ ഇതേപോലെ 20 കൊല്ലം മുന്നേ എല്ലാ വേദികളും ഇവരെ മന്ത്രി പ്രസംഗിച്ചത് മാഹിയിൽ ഇനി ഒരു സാച്ചുറേഷൻ പോയിന്റായി, ഇനി മാഹിയിൽ വികസനത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ ചെറുതാണ്.
ആ ചെറിയ കാഴ്ചപ്പാടിൽ സമൂഹത്തിന് മുഴുവൻ അയാൾ വളച്ചു. എന്താണ് ആചാര്യത? ഒന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, അത് ത്രിതല പഞ്ചായത്തുകൾ വന്ന വികസനം താഴെ തട്ടിൽ വരും. അതിനെതിരെ നിങ്ങളുടെ MLA കത്ത് കൊടുക്കുക പറഞ്ഞാൽ ഇത്രയും വലിയൊരു ജനവിരുദ്ധ പ്രവർത്തനമുണ്ടോ? അല്ല സാർ, ഒരു MLAക്ക് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഒരു എതിർപ്പ് കൊണ്ട് ഒരു പ്രദേശത്ത്, അതായത് പുതുശ്ശേരി മൊത്തം അല്ല, ഒരു പ്രദേശത്തിന് നമ്മള് രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് രാജ്, അല്ലെ? അദ്ദേഹത്തിന്റെ കാലത്ത് ആ പദ്ധതി മാഹി പോലുള്ള ഒരു സ്ഥലത്ത് നടത്തരുത്, അല്ലെങ്കിൽ പോണ്ടിച്ചേരി നടത്തരുതെന്ന് പറഞ്ഞിട്ട് മാഹിയുടെ MLA കത്ത് കൊടുക്കുക. അദ്ദേഹത്തെ പോലെ ജനവിരുദ്ധനായ ഒരാളുണ്ട്. പിന്നെ അല്ല, ഒരു MLA കത്ത് കൊടുത്തത് കൊണ്ട് ഒരു MLA കത്ത് കൊടുത്തത് ശരിയോ തെറ്റോ? കത്ത് കൊടുത്തു എന്നുള്ളതിന്റെ വിശ്വാസത തെളിയിക്കണല്ലോ. കൊടുത്തോ ഇല്ലയോ? അത് കോപ്പി ഞാൻ തരാം. അല്ല, കോപ്പി ഇടുന്നത് ഗവർണർ കൊടുത്ത കത്തിന് കോപ്പി ഇട്ടു പോലും. അങ്ങനെ കത്തുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ശരിയോ തെറ്റോ? അത് ശരിയാണോ? കോടതി രാജാക്കില്ലേ? അത് വേറെ കാര്യം. അസല് എന്റെ ഒരു ചോദ്യം, ഒരു പൊതുപ്രവർത്തകൻ, അതുപോലെ ജനപ്രതിനിധി പറയാണ് രാജീവ് ഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്ത് രാജ് പദ്ധതി പ്രകാരമുള്ള തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാഹിയിൽ വേണ്ട, പോണ്ടിച്ചേരിയിൽ വേണ്ട എന്ന് പറഞ്ഞ് ഒരു MLA കത്ത് കൊടുത്തിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ? അത് കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കി. അത് നമ്മളാ പറയല്ലോ, ഇപ്പൊ ഒരാള് സംസാരിച്ചതിൽ ഒരു ചെറിയ ഭാഗം എടുത്ത് കട്ട് കഴിഞ്ഞാൽ ആ ഫുൾ സെന്റൻസിന്റെ അർത്ഥം വ്യത്യാസമാവും. അതുപോലെ എന്തെങ്കിലും സംഭവിച്ചില്ല. അതർവൈസ് ഞാൻ വിശ്വസിക്കുന്നില്ല അത്തരം ഒരു കത്ത്, അതായത് ഇല്ല, കൊടുക്കില്ല. ഈ ഒരു കാര്യത്തിൽ ഇതിപ്പോ വ്യക്തത വരുത്തേണ്ട കാര്യം, ഒരു നാടിന്റെ വികസനത്തിലൊക്കെ പറഞ്ഞാൽ പ്രാദേശിക സർക്കാരുകളുടെ അത് ഇപ്പൊ നമ്മൾ ഭരണത്തിൽ വന്നതിന് ശേഷം 2 പ്രാവശ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ചു, മുനിസിപ്പൽ ഇലക്ഷൻ. അത് ഈ പറഞ്ഞതുപോലെ കോടതിയിൽ പോവുകയും അത് സ്റ്റേ ചെയ്യപ്പെടുകയും തന്നെയാണ്. ഈ പറഞ്ഞ ആള് ആശാ വക്കീൽ പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പോണ്ടിച്ചേരിയിൽ ഈ കോൺഗ്രസ് സൈൻ ചെയ്യുന്ന പറഞ്ഞാൽ 2 വർഷം ചേരുന്നുള്ള അത് സഖ്യാണ്. വക്കീൽ ഒറ്റയ്ക്ക് കൊടുത്ത് ഫൈറ്റ് ചെയ്യാണ്. അപ്പൊ വക്കീല് ഒരു ഇൻഡിവിജ്വലി ഇവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പിന്തുണയില്ല. പക്ഷേ BJPക്ക് ഇതിൽ വ്യക്തമായ നിലപാടുണ്ട്. BJP ഇലക്ഷൻ പ്രഖ്യാപിച്ചതല്ലേ 2 പ്രാവശ്യം. ഇവര് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയുണ്ട്. ഇപ്പൊ അവസാനം ഇത് കാസ്റ്റ് വൈസിന്റെ സംവരണം വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ് ഇപ്പൊ നിന്നത്. അതിന് നമ്മൾ കമ്മീഷൻ വെച്ചു. കമ്മീഷൻ അതിന്റെ തെളിവെടുപ്പ് നടത്തി, സർവേ നടത്തി. തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് കാരണം വെച്ചാൽ ഭരണവർഗം ഒരിക്കലും ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം പോണ്ടിച്ചേരിയിൽ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 2 നിയമസഭകൾ ഏകദേശം ചേർന്നിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റി വരുന്നത്. 5 MLA-മാരൊക്കെയാണ് ഒരു ഇത് വരുന്നത്. അപ്പോ MLA-നേക്കാളും വലിയൊരു പവറും അവരെക്കാളും യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഫണ്ടും ഈ വ്യക്തിക്ക് കിട്ടുക. അപ്പോ പൊളിറ്റിക്കലി എന്താകും, MLA-മാർ വീക്കായി പോകും. അതിനാണ് ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് എതിർക്കുന്നത്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വികസനം വരുന്നത് ആർക്ക് പവർ വന്നാലും ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവണം. നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷം മാഹിയിൽ ഒരു മുനിസിപ്പാലിറ്റി ചെയർമാൻ വരുന്നത് ഈ വത്സരാജ് സാറും അതുപോലെ നമ്മുടെ AV ശ്രീധരൻ പറഞ്ഞ അദ്ദേഹവും സ്ഥാനത്തിരിക്കുമ്പോഴാണ് രമേശ് പറമ്പത്ത് എന്തുകൊണ്ട് അന്ന് ആ നേതാക്കൾക്ക് പേടിയില്ലായില്ല? അല്ല, അന്ന് കേസ് കൊടുത്തു. മാഹിയിലെ നടന്നത് ഞാൻ കേസ് കൊടുത്തിട്ട് അന്ന് മാഹിയിലെ കോൺഗ്രസ് ഒരു ജൂൺ മാസമായിരുന്നു ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ മദ്രാസ് ഹൈക്കോടതിയിൽ പോയി ഇലക്ഷൻ കേസ് കൊടുത്തു. ഇവിടെ ഒരാളാണ് കേസ് കൊടുത്തത്, മാഹി വെള്ളപ്പൊക്കമാണ് അങ്ങനെയൊക്കെ, അതുകൊണ്ട് ഇലക്ഷൻ മാറ്റപ്പെടുന്നതിന് കോൺഗ്രസ് കേസ് കൊടുത്തു. അതും എന്റെ അടുത്ത് എല്ലാ രേഖയും. അല്ല വക്കീലെ, ഈ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ദിനേശൻ പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ ഒരു മുന്നണിയല്ലേ? നമ്മൾ ഇന്ത്യ സഖ്യത്തിൽ ഇല്ലാത്ത പാർട്ടിയാണ്. മുന്നണിയില്ല. നമ്മളിവിടെ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്തില്ല. അതല്ല ഞാൻ പറയുന്നത്, ഈ കാര്യത്തിൽ മുനിസിപ്പൽ ഇലക്ഷന്റെ കാര്യത്തിൽ CPM മാത്രമേ അവിടെ ധർണകളും ആദ്യമായിട്ട് കേസ് കൊടുത്തത് പെരുമാളുന്ന CPM-ന്റെ സെക്രട്ടറിയാണ് 25 വർഷം മുന്നേ. CPM-ന് ഇലക്ഷൻ നടത്തുന്നതിൽ തന്നെയാണ് CPM-ന്റെ നിലപാട്. അതിനുവേണ്ടി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കോടതിയിൽ പോകുന്ന അന്ന് അധികാരം നഷ്ടപ്പെടുന്ന നമുക്ക് അധികാരമില്ല. MLA-മാർക്ക് അധികാരം നിങ്ങൾ എതിർക്കൂലേ ഇതിനെ? ഇല്ല. നമ്മള് അല്ല ഇതിന്റെ
പോണ്ടിച്ചേരിയിൽ 2 MLA-മാരാണ് കോൺഗ്രസിന്റെ ഉള്ളത്. ഒന്ന് മാഹി, മറ്റേത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ ചേർന്ന് ജയിപ്പിച്ച ഒരാളാണ്. അപ്പൊ അവർക്കും പ്രശ്നം ഉണ്ടാവുമല്ലോ. അല്ല, അതിലെ ആദ്യമായിട്ട് അസംബ്ലിയിൽ ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞ ആ വ്യക്തി രാമേന്ദ്രൻ മാഷാണ്. അതിനുശേഷം ഇപ്പൊ രമേശ് ബാബുവിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അസംബ്ലിയിൽ പറയാത്തത്? ഇനിയും പറയട്ടെ, മുനിസിപ്പൽ ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. രാമേന്ദ്രൻ മാഷാണ്, അയാൾക്ക് ജനാധിപത്യം വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞു. അതിന് കൃത്യമായിട്ട് മറുപടി നമ്മൾ പരിശോധിക്കാമെന്നാണ് പറഞ്ഞത്. നടത്താമെന്ന് കോൺഗ്രസ് മിനിസ്റ്റർ പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് മാഹി സിംഗപ്പൂരായി നിങ്ങളുടെ മന്ത്രി പറഞ്ഞു എന്ന് പറയുന്ന മുൻ മന്ത്രി? എന്താണ് സിംഗപ്പൂർ? എന്താണ് മാഹിയിലെ സിംഗപ്പൂർ? ഞാൻ പറയാം. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡെവലപ്പ് അന്ന് ദരിദ്രനാരായണന്മാരായ നമ്മുടെ ജനങ്ങളുടെ അവരുടെ ജീവിത രീതി കൊണ്ടുവരിക എന്നുള്ളതാണ് മുൻകാലങ്ങളിലെ നേതാക്കളൊക്കെ സ്ട്രെസ് ചെയ്തത്. അതല്ല, ഇന്നാണ് നമ്മുടെ റോഡുകളൊക്കെ ഇത്രയും പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയ സൗകര്യങ്ങളൊക്കെ ഇത്രയും വലിയ പ്രാധാന്യമാണെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് നമുക്ക് ഈ റോഡിന്റെ കാര്യങ്ങളൊക്കെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇന്ന് മയ്യഴിയിലെ നിങ്ങൾ പറയാനുള്ള പ്രധാനമായിട്ടും മയ്യഴിയില് ആരോഗ്യ രംഗത്ത് വലിയ സംഭവങ്ങളാണ്. കാരണം ഇന്ന് നമ്മുടെ മയ്യഴി ഗവൺമെന്റ് ആശുപത്രിയിൽ ഇല്ലാത്ത സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇല്ല. ഈ ചെറിയ പ്രദേശം അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. പിന്നെ ഈ ചെറിയ 9 കിലോമീറ്റർ പ്രദേശത്തിനുള്ളിൽ നമുക്കൊരു സെൻട്രൽ സ്കൂൾ ഉണ്ട്, ഒരു ITI ഉണ്ട്, ഒരു പോളിടെക്നിക് ഉണ്ട്, ഒരു കോളേജ് ഉണ്ട്, അതായത് ആർട്സ് കോളേജ് ഉണ്ട്, അതേപോലെ ഒരു ഡെന്റൽ കോളേജും ഉണ്ട്, സെൻട്രൽ സ്കൂൾ ഉണ്ട്. ഇനിയിപ്പോ നമുക്കൊരു നഴ്സിംഗ് കോളേജിന്റെ പണിപ്പുരയിലാണ് നമ്മുടെ MLA. അപ്പം ഈ ഒരു 9 ചതുരശ്ര കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഇതുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്തിന്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഈ സംഭവങ്ങളിലൊക്കെ പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതായത് കോൺഗ്രസിന്റെ മുൻ മന്ത്രിയുടെ കാഴ്ചപ്പാട് ശോഭക്കിൽ പറഞ്ഞ പോലെ മാഹിയിലെ വികസനം തീർന്നു എന്നുള്ള കാഴ്ചപ്പാട് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. മാഹിയിൽ ഇനി വികസിക്കാൻ ഇടവില്ല, വികസിക്കാൻ ഒന്നുമില്ല. മാഹിയില് ഇപ്പം ആശാ മേഡം പറഞ്ഞ പോലെ മാഹിയിൽ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. അവിടെ ഒരു സ്കെൽട്ടൻ ബിൽഡിംഗ് ആണ്. ആർക്ക് പോയി നാർജി പോയി നോക്കിയാൽ മനസ്സിലാവും. അത് എത്രയോ വർഷമായിട്ട് അവിടെ ട്രോമാ കെയർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്കെൽട്ടൻ മാത്രം ആക്കിയത് കോൺഗ്രസ് ആണ്. 15 വർഷം. ഇപ്പൊ നമ്മള് ഭരണം വന്നതിന് ശേഷം അതിന് ഒരു കമ്മീഷൻ വെച്ചു. അതിന് എന്തൊക്കെ ആവശ്യങ്ങൾ അതിൽ പൂർത്തീകരിക്കാനുണ്ടെന്ന് വെച്ചു. കൺസൾട്ടൻസി വന്നു, അതിന് പൈസ കൊടുത്തു. ഇനിയിപ്പോ അവര് ടെൻഡറിലേക്ക് പോവാണ്. അത് ട്രോമാ കെയർ മാറ്റിക്കൊണ്ട് മാഹിക്ക് എന്താണ് ആവശ്യം? മാഹിക്ക് ഒരു നല്ലൊരു ഹോസ്പിറ്റലാണ്, GH ഫുൾ സീങ്ങിലുള്ള ഒരു ആശുപത്രിയാണ് മാഹിക്ക് ആവശ്യം. ഇപ്പം ബൈപ്പാസ് വന്നതോടെ ട്രോമാ കെയറിന് അവിടെ പ്രസക്തി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവിടെ ഒരു നല്ലൊരു ജനറൽ ആശുപത്രി ഇൻക്ലൂഡിങ് ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോൾ 2-3 മാസം കൊണ്ട് അവിടെ വരാൻ പോവാണ്. ഇതൊക്കെ കോൺഗ്രസിനെ എപ്പോഴേ കൊണ്ടുവരായിരുന്നു. അങ്ങനെ വികസന കാഴ്ചപ്പാടുണ്ടെങ്കിൽ കോൺഗ്രസിനെ എപ്പോഴേ കൊണ്ടുവരായിരുന്നു. 50 വർഷം മുന്നേ ഡയാലിസിസ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. ജിപ്മറിലെ ഒരു അതിനുശേഷം ആരംഭിച്ചത്. ജിപ്മർ പോണ്ടിച്ചേരിയിൽ വന്നതിന് ശേഷമാണ്. അതിന് മുന്നേ ഒക്കെ ഡൽഹിയിൽ ഡയാലിസിസ് ഉണ്ട്. അപ്പൊ കോൺഗ്രസിന് മാഹിയിൽ ഒരു വിധത്തിലുള്ള ഡെവലപ്മെന്റും പുതുതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ല. വാക്വേ കൊണ്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് മോർണിംഗ് വാക്ക് നടത്താൻ പറ്റുന്നല്ലാതെ അടിസ്ഥാന വർഗത്തിന് എന്താണ് നേട്ടം? ഈ ട്രോമാ കെയർ പകുതിയിലിട്ടതുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് നേട്ടം? അവിടെ ഒരു ആയുർവേദ വികസന രംഗത്ത് വലിയ കുതിപ്പുകൾ മാഹിക്ക് ആവശ്യമാണ്. തിരിച്ചു വരാം. അശോകൻ, എന്താണ് മാഹിക്ക് ഇനിയുള്ള കാലം വേണ്ടത്? വികസന രംഗത്ത് ക്യാപ്സ്യൂളായിട്ട് മാഹി ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? മാഹിയിൽ ഇന്ന് ഒരുപാട് ഇന്നിപ്പോൾ ലോഡ്ജുകളുടെ നമുക്കിപ്പോൾ കേരളത്തിനടക്കം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. നമുക്ക് ഇൻഡസ്ട്രീസ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. നമുക്ക് സാധ്യതയുള്ള ടൂറിസമാണ്. നമ്മളെ ഫ്രഞ്ച് കോളനി എന്നുള്ള ഞങ്ങൾക്ക് അത് തന്നെ മാഹിയുടെ ഒരു അട്രാക്ഷനാണ്. അത് കൂടാതെ അതുപോലെയുള്ള സ്ഥലങ്ങൾ ഇതുണ്ട്. അപ്പൊ ഇത് ഇപ്പോഴ് എനിക്ക് തോന്നുന്ന 4 വർഷം കൊണ്ട് 10-20 ഹോം സ്റ്റേ ഹോട്ടലുകളൊക്കെ മാഹിയിൽ വന്നു. വിതിൻ 3-4 ഇയേഴ്സ്. അപ്പൊ ആളുകളൊക്കെ ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഫുൾ ആണ് എല്ലാ ലോഡ്ജുകളിലും. റൂം കിട്ടാനില്ല. അവരൊക്കെ വരുന്ന ആളുകൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ദിവസം മാഹിയിൽ എന്താ ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ളൊരു സൗകര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ വെള്ളിയാങ്കല്ല് ടൂറിസം
രാവിലെ വെള്ളിയാങ്കല്ലിൽ നിന്ന് മാഹിയിൽ നിന്ന് ബോട്ടിങ് വെള്ളിയാങ്കല്ലിലേക്ക് പോവാം. അതുപോലെ നമ്മുടെ ടൂറിസം സൈഡിൽ കുറേ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മാഹി പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് കേരളത്തിൽപ്പെടുന്നത്. അതേപോലെ ഒരു ഭാഗമുണ്ട് യാനം, ആന്ധ്രയിലാണ്. ചെറിയൊരു സമയം കൊണ്ട് മാഹി ഒരു 40 വർഷം മുന്നേ ഒരു ടൗണായിരുന്നു. തമിഴ്നാട്ടിലും മാഹി അന്നൊരു ടൗണായിരുന്നു. പക്ഷെ യാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ശരിയായ കുഗ്രാമമായിരുന്നു. ഒരു 30 years ഒക്കെ ബാക്ക്. അവിടെ ഒരു നല്ലൊരു MLA വന്നു, മല്ലാടി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവിടെ മിക്കവാറും റോഡുകൾ, നിങ്ങൾ യാനം നെറ്റ് സെർച്ച് നോക്കിയതാണ്, മിക്കവാറും റോഡുകൾ കോൺക്രീറ്റ് ആണ്. എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഹോസ്പിറ്റലുകൾ, ഇപ്പം ജിപ്മറിൻ്റെ സെൻറ്റർ വരെ അവിടെ ഉണ്ട്. നമ്മളത്രയും സ്ഥലമുള്ളൂ. കൂടാതെ ഞാനും എന്ത് ചെയ്തു, അവർ ആന്ധ്രയിൽ നിന്ന് 50 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. എന്നിട്ട് അവിടെയും ഡെവലപ്മെന്റ് ചെയ്യാം, നമുക്ക് ചെയ്യാം. വാങ്ങാം. നമ്മുടെ ബോർഡർ ചേർന്ന് തന്നെ ഒരു മാഹിയുടെ ബോർഡർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയിൽ കുറേ കാര്യമായ സ്ഥലങ്ങളുണ്ട്. അതേപോലെ പന്തക്കലുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു. കാരണം ഇനിയും ചെയ്തൂടെ? അല്ല, അങ്ങനത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളന്ന് ഇഷ്ടംപോലെ ഫണ്ട് ഉണ്ടായിരുന്നു. ആ ഫണ്ട് മിക്കവാറും PWDയിൽ 2 കോടി 3 കോടി ഓരോ പ്രാവശ്യവും ഉപയോഗിക്കാതെ ലാപ്സ് ആവുകയായിരുന്നു. ആ ഫണ്ട് ഉപയോഗിക്കാൻ പോലും അന്നത്തെ മന്ത്രിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാഹി ഫുള്ള് എല്ലാ ഡെവലപ്മെന്റ് കഴിഞ്ഞു എന്ന് കണക്കാക്കിയതുകൊണ്ട് അങ്ങനെയുള്ള ആളെയായി പോയി കർഷകത്തിൽ മാഹിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് മാഹി ഇന്നത്തെ പിന്നോക്കാവസ്ഥ. എന്തൊക്കെ സ്വപ്നങ്ങളാണ് പങ്കുവെക്കുന്നത് മാഹിയുടെ വികസനം സംബന്ധിച്ച്? പറഞ്ഞിട്ടുള്ള വെള്ളിയാങ്കല്ല് ടൂറിസം, അതുപോലെ ലക്ഷദ്വീപുമായിട്ട് ഒരു വാട്ടർവേ കണക്ഷൻ, അതുപോലെ വോക്ക് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞല്ലോ സാധാരണക്കാർക്ക് എന്താണ്, എല്ലാ വീക്കെൻഡിലും സാധാരണക്കാരുടെ ഒരൊറ്റ ലക്ഷ്യം വോക്ക് വേയിൽ പോയിട്ട് എൻജോയ് ചെയ്യാന്നുള്ളത്. അതാണ് സാധാരണക്കാരൻ. അവിടെ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കുക. സാധാരണക്കാരുടെ ലക്ഷ്യം നമ്മുടെ മയ്യഴി പ്രദേശത്ത് മാത്രമല്ല, അടുത്ത ചുറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയുള്ള ഡെസ്റ്റിനേഷൻ അവിടെ ഒരു വോക്ക് വേ ആണ്. പിന്നെ നമ്മുടെ അവിടുത്തെ ടാഗോർ പാർക്കൊക്കെ ഇപ്പം നന്നായിട്ട് നവീകരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത പ്രദേശത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ OP ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. നമ്മുടെ മാഹിക്ക് അത് ഫ്രീ ആണ്. പണ്ട് മുതലേ ഉള്ള ഒരു സംവിധാനമാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ മാഹിയെ കുറിച്ച് ആളുകളാണ് സ്വപ്നമുണ്ട്. ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് അവിടുത്തെ ഭയങ്കര ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. പിന്നെന്താ സാർ, വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ബസ്സായില്ലേ? നമ്മളെ കേരളത്തിലെ കുട്ടികൾ പൈസ കൊടുത്ത് അല്ലെങ്കിൽ കൺസെഷൻ മെഡിസിൻ സീറ്റ് മെഡിസിൻ സീറ്റ് അതിന്റെ ഒരു ഭാഗമായിട്ട് മാഹിക്കും വരുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഒരു കൊച്ചു പ്രദേശം ഏരിയ എടുത്ത് നോക്കിയാൽ ഡെൻസിറ്റി, അതായത് ഡോക്ടേഴ്സിന്റെ എഞ്ചിനീയേഴ്സിന്റെ ഡെൻസിറ്റി എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഡെൻസിറ്റി ഉള്ള രാജ്യം, അവരുടെ ഡെൻസിറ്റി ഉള്ളത് മാഹിയാണ്. സ്ത്രീകളുടെ സാക്ഷരതയിൽ ഏറ്റവും ചെറിയ പ്രദേശത്തിന്റെ സാക്ഷരതയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് മാഹിയാണ്. ഇതൊക്കെ വ്യക്തിപരമായ അല്ലെങ്കിൽ പേഴ്സണലി ഒരാൾക്ക് കിട്ടുന്ന ഡെവലപ്മെന്റ്സ് ആണ്. ആക്സസിബിലിറ്റി ഇദ്ദേഹം പറഞ്ഞത് രാമേന്ദ്ര മാസ്റ്ററുടെ കാലത്താണ് ഒരു ടൗൺ ഹാൾ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാകുക ഈ വത്സരത് സിൽവർ ജൂബിലി ഹാളാണ്. അത് 25 വർഷക്കാലം പുതുശ്ശേരി നിയമസഭയിൽ പ്രതിനിധി വർക്ക് ചെയ്തതിന്റെ പാരിതോഷികമായിട്ട് കിട്ടിയ ഒരു പ്രസ്ഥാനമാണ്. അത് രാമേന്ദ്ര മാസ്റ്റർ നേടിയത് 25 വർഷം ഞങ്ങൾ അവിടെ ആഘോഷിച്ച സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന നാരായണസ്വാമി അവിടെ പിന്നെന്താ നൂറ്റാണ്ട് കാലം ഒരു പ്രദേശത്തെ ഒരാള് പ്രതിനിധീകരിക്കുന്ന ചെറിയ കാര്യമാണോ? അല്ല, അതന്നെ, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പ്രതിനിധീകരിച്ചത് കൊണ്ട് മാത്രം ഒരു പ്രദേശം മാറ്റം സംഭവിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാൾ 25 വർഷം MLA ആയിട്ടും മന്ത്രിയായിട്ടും ഇത്രയും കാലം നിൽക്കുമോ? അല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ ഭരണം വെച്ച് നോക്കുമ്പോൾ ജനങ്ങളാണ് അത് അനലൈസ് ചെയ്യേണ്ടത്. ജനങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 4 വർഷം കഴിഞ്ഞു 5ാമത്തെ വർഷത്തിലേക്ക് പോണ്ടിച്ചേരിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാഹിയെ സംബന്ധിച്ച് മാഹിയുടെ വികസനത്തെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴേ മാഹിയിൽ GH വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ഒരു 90 സെന്റ് സ്ഥലം ഏകദേശം പള്ളൂർ ഹോസ്പിറ്റലിന് വേണ്ടി അക്വയർ ചെയ്തിട്ടുണ്ട്.
അതൊരു കുന്നിന്റെ പുറത്ത് വെള്ളമില്ലാത്ത വാഹന സൗകര്യം ഇല്ലാത്ത കുന്നിന്റെ പുറത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തൂലേ ഇടയ്ക്ക് പറയുന്നേക്ക് ഈ നാട്ടിൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന കുന്നിന്റെ മുകളിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം MLA എല്ലാം ആ പറയുന്നത് ശരിയല്ലോ. മാഹി ഡെന്റൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ലോകത്തിന്റെ നാനാഭാഗത്തും കുട്ടികൾ പഠിക്കുന്ന മാഹി ഡെന്റൽ കോളേജ് കുന്നിന്റെ മുകളിലല്ലേ? അങ്ങനെ ആ പർപ്പസിൽ കൊണ്ടുവന്ന ഇപ്പോഴത്തെ MLA എന്തുകൊണ്ടാ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാത്തത്? എന്താ കൊണ്ടുവരുന്നത്? പറ്റില്ല സാർ. എന്തുകൊണ്ട് പറ്റില്ല? ആ ഹോസ്പിറ്റലിലേക്ക് കയറാൻ ഒരു 2 മീറ്റർ വഴിയുള്ളൂ. അല്ല, പുതിയ വഴി ഉണ്ടാക്കണം. പുതിയ വഴി ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും എക്സിബിഷൻ നടത്തണം. എന്തുകൊണ്ട് ആ സമയത്ത് ഈ വഴിവാണെന്ന് ഇവർക്ക് അറിയില്ലേ? ഒരു വികസനത്തിനെ പറ്റി ഒരു കാഴ്ചപ്പാടില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലം കൊണ്ട് എക്കേറി അത് അവിടെ ഇടും. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാല് അവരെടുത്ത് ചോദിക്കണം. അല്ല, ഒരു മിനിറ്റ് എന്റെ സമയം എടുക്കല്ലേ? പൊളിറ്റിക്സ് ഗവൺമെന്റിന്റെ പദ്ധതികൾ ആദ്യം തന്നെ അത് ലാൻഡ് അക്വിസിഷൻ നടന്നതിന് ശേഷമാണ് അതിന്റെ അപ്രോച്ചബിലിറ്റി അത് കണ്ടെത്തുക. കണ്ടെത്തിയില്ല. എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല? സാർ ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പൊ ഞങ്ങളെ ഭരണം വന്നപ്പോ പള്ളൂർ ടൗണില് ആശുപത്രിയും മൃഗാശുപത്രിയും ചേർന്നായിരുന്നു. അപ്പൊ മൃഗാശുപത്രി അവിടുന്ന് കോട്ടേഴ്സിന്റെ അടുത്തുള്ള ആക്സസിൽ ഒരു ബിൽഡിംഗിലേക്ക് മാറ്റിക്കൊണ്ട് മൃഗാശുപത്രിയും ഇപ്പോഴുള്ള നിലവിലുള്ള ആശുപത്രിയും ചേർന്നുകൊണ്ട് സുന്ദരമായ ഒരു ഹോസ്പിറ്റലിൽ പള്ളൂർ നിർമ്മിക്കാനുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾ കേരളത്തോട് ചേർന്നൂടെ? പണ്ട് ഐ കെ കുമാരൻ മാഷ് പറഞ്ഞ പോലെ ചേർന്നൂടെ? എന്തുകൊണ്ട്? അതുകൊണ്ടൂടെ നിങ്ങൾ കേരളത്തിന് അതിലെ കുറെ കാര്യങ്ങള് ഉള്ളിലുള്ള ആഗ്രഹമുണ്ടോ കേരളത്തിൽ? കേരളത്തിലെ മാഹിയുള്ള ആളുകള് കേരളത്തിൽ ചേർന്ന് പെട്ടെന്ന് MLA ആകാം. മാഹിക്കാരെന്നുള്ള നിലയ്ക്ക് കാരണം മൂന്നാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പൊതുവെയുടെ ജനസംസാരം. അപ്പൊ തീർച്ചയായിട്ടും വരും. അപ്പം അവിടെ നിന്ന് ചേർന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ MLA മന്ത്രിയൊക്കെ ആകാലോ. അത് വേറെ വിഷയം. നടക്കൂ? ചേരാൻ പറ്റൂ? അല്ല, ചേരുന്നതല്ല. അതെന്നറിയാം, നമ്മളെ കുറെ ആളുകൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അല്ല, ചെറിയ മാർക്ക് കൊണ്ട് അങ്ങ് കയറാം. പഠിക്കാത്തവന് കയറാം. പഠിക്കാത്തവന് ഡോക്ടർ എഞ്ചിനീയർ ഡോക്ടർ മാത്രമല്ല, +2 കഴിഞ്ഞ ഉടനെ തന്നെ മാർക്കില്ലെങ്കിലും കോളേജ് സീറ്റ് കിട്ടും. അതേപോലെ കിട്ടും. അല്ല, അത് ആസ്വദിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ അന്യായമായ കാര്യങ്ങൾ ആസ്വദിക്കുന്നതിനെ താങ്കൾ അംഗീകരിക്കുന്നു. അന്യായമായ കാര്യങ്ങൾ അതിലാരും ആഗ്രഹിക്കും. എന്റെ മക്കൾക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ ആഗ്രഹിക്കും. നമ്മളോട് ചേരൂല, കേരളത്തോട് കൂടൂല. പൊതുവെ തോന്നുന്നു വരുന്നോ? അതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് കേരളത്തിലെ ഇത്തരം സാധ്യതകളുള്ള കുട്ടികൾക്ക് പഠിക്കാണ്ട് കയറാൻ പറ്റുന്ന സാഹചര്യം പഠിക്കാനുള്ള ഈ സാധ്യതകളൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ ഈ സാഹചര്യം ഒന്നുമില്ല. പഠിക്കാനുള്ള സാഹചര്യമില്ല, ഒരു സാഹചര്യം കേരളത്തിൽ സാഹചര്യം ഇല്ലാന്നല്ല, നമ്മൾ ചെറിയ മാർക്കില് കോളേജിൽ പഠിക്കാനും പ്രൊഫഷണൽ കോളേജിൽ പഠിക്കാനുള്ള സാഹചര്യം നന്നായി പഠിക്കട്ടെ, നല്ല മാർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് വരാം. ഇപ്പൊ ഞങ്ങളെ സർക്കാർ വന്നപ്പോ മാഹി സർക്കാർ വിദ്യാലയം നമുക്ക് കേരളത്തോട് ചേരാതിരിക്കാനുള്ള കാരണം ഇതാണ്. ഇപ്പൊ മാഹിയില് മുഴുവൻ CBSE സിലബസ് ഉള്ളൂ, പോണ്ടിച്ചേരി മൊത്തത്തിൽ. അതേപോലെ മാഹിയിലെ 3 വിദ്യാലയങ്ങൾ PMC പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1.5 കോടി രൂപ അതിന്റെ സ്കൂളിന്റെ ഡെവലപ്മെന്റിനും ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയിട്ട് വലിയ മുന്നേറ്റങ്ങൾ നടക്കാം. കേരളത്തിൽ അറിയാലോ, കേരളത്തിൽ ഇടതുവശം വന്നാലും വലതുവശം വന്നാലും കേരളത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകും. ഒന്ന് ചോദ്യം കൂടി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? അടുത്ത തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് എന്തായാലും ഒരു സ്ഥാനാർത്ഥി ആരാണ്? സിറ്റിംഗ് MLA, പിന്നെ അതുകൂടാതെ സത്യൻ കേളോത്ത് എന്നൊരു നേതാവിന്റെ പേര് ഇരുന്നു. ഒടുവിൽ ഈ മത്സരാജ് തന്നെ മത്സരരംഗത്തേക്ക് വരുമെന്ന് പറയുന്നു. ആഗ്രഹിക്കുന്നുണ്ടോ മത്സരാജ് മത്സരിക്കണമെന്ന്? ഈ 3 നേതാക്കളെയും പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ 100% ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു MLA ഉണ്ട്, അദ്ദേഹം നാടിന് വേണ്ടി വേണ്ട വിധത്തിലുള്ള ഹോംവർക്ക് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം തന്നെ ആയിക്കോട്ടെ എന്നാണോ? ഇതെനിക്ക് ഉത്തരം പറയാൻ പാടില്ല. ഉള്ളിൽ ഉത്തരമുണ്ട്, പക്ഷെ പറയൂല. ഞാനൊരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനം. എന്താണ് നിങ്ങളുടെ ഭാഗത്തുള്ള സ്ഥാനാർത്ഥികളെ സാധ്യത? നിങ്ങൾ തന്നെയാണോ? CPM സംബന്ധിച്ചിടത്തോളം CPM ആണ് അത് പാർട്ടി അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു സങ്കടമുള്ള വെച്ചാല് ഞങ്ങളുടെ പുതുച്ചേരി സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് മാഹിയിൽ റെപ്രസെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു MLA ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം മയ്യഴി ജനത ഈ പ്രശ്നം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു MLA വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മയ്യയുടെ മുഖച്ഛായ അടിമുടി ഭാരതീയ ജനതാ പാർട്ടി മാറ്റി. നമ്മുടെ സമയം തീരുകയാണ്. ചോദ്യത്തിന്
അല്ല സ്ഥാനാർത്ഥി ആരാണെന്ന് അല്ല അവരാദ്യം തന്നെ അങ്ങനെ ഈ ഇടത് വലത് മുന്നണികളാണല്ലോ അവിടുത്തെ ഫൈറ്റിംഗ് മുഖ്യധാരയിലുള്ളത്. എന്നാ പിന്നെ ആരാ സ്ഥാനാർത്ഥി? നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ആര് എന്നുള്ളതല്ല, ആരാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്, അതാണ് നമ്മുടെ യെസ്. നമ്മുടെ സമയം തീർന്നു. നല്ല രസകരമാണ് മാഹി. ഇത് തീരുന്നില്ല. മാഹിയെ കുറിച്ച് ഇപ്പം പന്തക്കൽ, പള്ളൂർ, കോപ്പാലം പ്രദേശങ്ങളിലേക്കൊന്നും പോകാനേ പറ്റിയിട്ടില്ല. ആകെ 9 കിലോമീറ്ററേ ഉള്ളൂവെങ്കിലും മാഹി തന്നെ സംഭവം പറഞ്ഞു തീരുന്നില്ല. അത്രയുണ്ട് കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ അത്രയുമുള്ള മാഹിയെക്കുറിച്ച് സംസാരിക്കാൻ. ഇനി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ചർച്ച പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇടുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഇതെല്ലാം നോക്കണം, ഇതെല്ലാം അറിഞ്ഞു വേണം അടുത്ത തെരഞ്ഞെടുപ്പിന് നമ്മൾ ഒരുങ്ങാൻ. എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ. ബൈപ്പാസ് വന്നതിന് ശേഷമുള്ള മാഹിയുടെ പുതിയ വികസന സാധ്യതകളിലേക്കുള്ള ചെറിയൊരു ശ്രദ്ധ പതിപ്പിക്കൽ മാത്രമാണ് നേരെ നടത്തിയിട്ട്. വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് മാഹിയിലെ വികസന കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ചെറിയ സമയം നമുക്ക് വിലയേറിയ സമയം ഇത്രയും സമയം നമുക്ക് വേണ്ടി നൽകിയ നേതാക്കൾക്ക് നേരയുടെ നന്ദി, നമസ്കാരം. പ്രേക്ഷകരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.